അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് പോലെ റെസ്പോൺസിബിൾ കഞ്ചാവടിയും നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കണമെന്ന് ബിജു പ്രഭാകർ. റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് പോലെ റെസ്പോൺസിബിൾ കഞ്ചാവടിയും പ്രോത്സാഹിപ്പിക്കണം. മനസ്സ് നിറയിപ്പോ സന്തോഷ, എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. കഞ്ചാവടിച്ചിട്ട് ആരും നശിച്ച ചരിത്രമില്ല. കള്ളും വൈനും ബിയറും വ്യാപകമാക്കി ലഹരിമരുന്ന് ഉപയോഗം തടയണം. മറ്റ് ലഹരിമരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ബിജു പ്രഭാകർ നേരെ ചൊവ്വയിൽ ചൂണ്ടിക്കാട്ടി. കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കണമെന്നാണ് താങ്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ കള്ളും വൈനും ബിയറും വ്യാപകമാക്കി യുവജനങ്ങളെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കണമെന്ന്. പക്ഷെ ഇതൊക്കെ വ്യാപകമാക്കിയാൽ ഈ യുവജനങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും, മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കും എന്നത് എന്താണ് ഉറപ്പ്? അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ലോകത്തുള്ളവരെല്ലാവരും ഇപ്പം ഡെവലപ്പ് നേഷൻസ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ആംസ്റ്റർഡാമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണെന്നുണ്ടെങ്കിൽ കഫേ ഉണ്ട്, കനാബീസ് വിത്ത് കഫേൻ എന്നാണ് അത് പറയുന്നതിന്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ കുറ്റമല്ല. കാരണം എന്ന് വെച്ചാൽ ദിസ് ഈസ് റിവേഴ്സിബിൾ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. MDMA എടുക്കുക, ഈ ഇഞ്ചക്ഷനും മറ്റുമൊക്കെ എടുക്കുക, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അപ്പം നമ്മൾ ലെസറിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഹാർഡ് ലിക്കർ കൊടുത്തിട്ട് ആളുകളുടെ കരളടിച്ച് പോകുന്നതിൻ്റെ അത്രയും തന്നെ ശല്യമേ ഇതും ചെയ്യത്തുള്ളതുകൊണ്ടാണ് ഞാനൊരു നോട്ട് കൊടുത്തത്. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കണമല്ലേ? പക്ഷെ ഇപ്പൊ കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയാൽ അതിന്റെ അതിർവരമ്പിന് ഉള്ളിൽ തന്നെ നിൽക്കാനുള്ള ഒരു വിവേകവും ബുദ്ധിയും ഒക്കെ നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകുമോ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇപ്പം വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരും മദ്യപിക്കും. റഷ്യക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വോഡ്ക അടിക്കും. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും തലയും കുത്തി താഴെ വീഴണം. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് പോലെ റെസ്പോൺസിബിൾ കഞ്ചാവടിയും നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ.